ബീഹാറിലെ വമ്പിച്ച വിജയത്തിന് ശേഷം ഇപ്പോഴിതാ മറ്റൊരു കിഴക്കൻ സംസ്ഥാനം കൂടി ബി.ജെ.പിയുടെ കരങ്ങളിലേക്ക് നടന്നു നീങ്ങുകയാണ്. അതിന് കാരണമായത് ബീഹാർ ഇലക്ഷനും. ബി.ജെ.പിക്ക് കീഴിൽ ബീഹാറിന്റെ ഒരു അയൽ സംസ്ഥാനത്തെ കൂടി ഉൾപ്പെടുത്താനായി ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട്. അങ്ങനെ ദേശീയ മാധ്യമങ്ങളിൽ ജാർഖണ്ഡ് രാഷ്ട്രീയം വീണ്ടും ചർച്ചയാകുകയാണ്. ജാർഖണ്ഡിലാണ് ഇത്തരമൊരു രാഷ്ട്രീയ അട്ടിമറിക്ക് കളമൊരുങ്ങുന്നതെന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് കീഴിൽ അടുത്ത സംസ്ഥാനമായി ജാർഖണ്ഡ് മാറിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ആണ് ഇപ്പോൾ ശക്തമായി വരുന്നത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി ഉന്നത ബി.ജെ.പി നേതാക്കളുമായി രഹസ്യ ചർച്ചകൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കൂടിക്കാഴ്ചകൾ സംസ്ഥാനത്തൊരു അധികാര മാറ്റത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ജാർഖണ്ഡ് എന്ന സംസ്ഥാനം പഴയ ബീഹാറിന്റെ തെക്കൻ ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്ത് സൃഷ്ടിച്ച സംസ്ഥാനമാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ പാർട്ടിയായ JMM ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടി സജീവമാണ്. ഈ അടുത്ത് നടന്ന ബീഹാർ ഇലക്ഷനിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസ് രാഷ്ട്രീയ ജനതാദൾ സഖ്യകക്ഷികളുടെ കാലതാമസത്തിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. JMM 16 സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സഖ്യകക്ഷികൾ സമയം നീട്ടിക്കൊണ്ടിരുന്നു. ഇതോടെ നിലവിലെ സഖ്യം പൂർണ്ണമായി പുനഃപരിശോധിക്കാൻ JMM പാർട്ടി ആലോചിക്കുന്നതായാണ് ആഭ്യന്തര വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ രാഷ്ട്രീയ നീക്കങ്ങൾ യാഥാർത്ഥ്യമാവുകയാണെന്നുണ്ടെങ്കിൽ JMM BJP സഖ്യത്തിന് 41 സീറ്റുകളുടെ ഭൂരിപക്ഷം എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. കൂടാതെ കോൺഗ്രസിലെ 8 മുതൽ 11 MLA-മാർ പാർട്ടി വിട്ടു പോയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യത ഒഴിവാക്കാൻ ആവശ്യമായ അംഗബലം 11 ഇവർ BJPയുടെ പിന്തുണയോടെ JMM-മായി കൈകോർക്കാൻ സാധ്യതയുണ്ടെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഈ കോൺഗ്രസ് MLA-മാർ ഇത് BJPയുടെ പിന്തുണയോടെ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് ഏറെക്കുറെ അനിവാര്യമാക്കും. ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ജാർഖണ്ഡ് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാവി പുതയ്ക്കും എന്നുള്ള സാധ്യതകളാണ് പുറത്തു വരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു വലിയ വിജയമായി മാറും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.